നമസ്കാരം പ്രിയ കൂട്ടുകാരെ. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ആപ്ലിക്കേഷനാണ്. അതായത് നമ്മുടെ ഫോൺ എവിടെയൊക്കെ മറന്നു വെക്കുകയൊക്കെ ചെയ്താൽ നമ്മുടെ ഫോൺ എത്രയും വേഗം കണ്ടെത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ പേര് ട്രാക്കി എന്നാണ്. എന്തൊക്കെയാണ് ഈ ആപ്ലിക്കേഷൻ്റെ വിശേഷങ്ങളെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വീഡിയോ തുടങ്ങുന്ന മുമ്പായി ഇതുവരെയായിട്ടും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജായ മലയാളം ടെക് ടിപ്സ് എന്ന ഫേസ്ബുക്ക് പേജിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ആപ്ലിക്കേഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതിന് മുമ്പായി ഇത് ഉണ്ടാക്കിയത് ഒരു മലയാളികളുടെ ഒരു സംഘമാണ്. തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടുള്ള ATS എന്ന ഒരു സംഘമാണിത് ക്രിയേറ്റ് ചെയ്തത്. 2016 തോന്നുന്നു ഇത് ക്രിയേറ്റ് ചെയ്തത്. ഇവരുടെ കമ്പനി ATS എന്നുള്ള കമ്പനി ഇന്ത്യയിലും UAEയിലും UKയിലും ഉള്ളൊരു ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ഓക്കെ, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഒരു ആനിമേഷനാണ് കാണിക്കുക. ഏറ്റവും നിങ്ങൾക്ക് അടിയിൽ കാണാൻ പറ്റും, അടിയിൽ ട്രാക്കീസ് ATS എന്ന ഒരു ഇത്. അതുപോലെ നമ്മൾ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുന്നു. അതായത് നമ്മൾ ഈ ആപ്ലിക്കേഷനിലുള്ള ഒരു പാസ്വേഡ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ SMS പാസ്വേഡ് സെറ്റ് ചെയ്യുക. ഇതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം എന്തിനാണെന്ന്. ഇത് നമ്മൾ സെറ്റ് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മളുടെ പെർമിഷനൊക്കെ ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്ന 5 പെർമിഷനുകൾ അലോ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നമുക്ക് ഒരു വോയിസ് കമാൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യമായി നമ്മുടെ ഇൻ്റർഫേസ് കാണുന്നത് മേക്ക് കോൾ ബാക്ക്, ഗെറ്റ് ലൊക്കേഷൻ, ചേഞ്ച് പ്രൊഫൈൽ, പ്ലേ അലേർട്ട്, ഗെറ്റ് IMEI നമ്പർ, സെറ്റ് സിം ചേഞ്ച് അലേർട്ട് എന്നിവയാണ്. ഓരോന്നായി പരിശോധിക്കാം. മേക്ക് കോൾ ബാക്ക് എന്ന അതിലെടുത്താൽ നിങ്ങൾക്ക് കാണാം, നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ആ പാസ്വേഡിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു നമ്പർ 1234@callme എന്ന് വേറെ ഏതെങ്കിലും ഒരു ഫോണിൽ നിന്ന് ഇതിലേക്ക് മെസ്സേജ് അയച്ചാൽ ഉടൻ തന്നെ എന്ത് ചെയ്യും, ഇതിൽ നിന്ന് ഒരു കോള് ഓട്ടോമാറ്റിക്കായിട്ട് കോള് ഈ ഫോണിൽ നിന്ന് ആ നമ്പറിലേക്ക് പോകും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. അതുപോലെ ഗെറ്റ് ലൊക്കേഷൻ എന്നതിൽ 1234@ലൊക്കേഷനിൽ നിന്ന് നമ്മൾ SMS അയച്ചാൽ നമ്മൾ ഈ ഫോണിൻ്റെ കൃത്യമായ ലൊക്കേഷൻ എവിടെയാണെന്ന് ഇത് മെസ്സേജായിട്ട് സെൻഡ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങളുടെ ഫോൺ എവിടെയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ ചേഞ്ച് പ്രൊഫൈൽ എന്നതിൽ നമ്മളുടെ ഇത് റിങ്ങിലാണല്ലോ, ഇപ്പോൾ സൈലൻ്റ് ആയിട്ടാണുള്ളതെങ്കിൽ SMS പാസ്കോഡ് ഇപ്പോൾ 1234@ring എന്ന് കൊടുത്താൽ ഇത് സൈലൻറ്റിലുള്ളത് റിംഗ് മോഡിലേക്കാവും. റിംഗ് മോഡിലുള്ളത് സൈലൻറ്റിലാക്കാം, വൈബ്രൻറ്റിലാക്കാം. അങ്ങനെ കുറച്ച് ഓപ്ഷൻസാണ് ഇവിടെ ഉള്ളത്. അതുപോലെ പ്ലേ അലേർട്ട് 1234@alert എന്ന് കൊടുത്താൽ ഇവിടെ ഇതിൽ ഒരു അലേർട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫോണിൽ നിന്ന് പ്ലേ ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. അതുപോലെ നമ്മുടെ ഫോണ് നമ്മൾ ഈ ഫോണിലിട്ട ആ സിമ്മ് മാറ്റി വേറൊരു സിമ്മ് ഈ ഫോണിലേക്ക് ഇടുകയാണെങ്കിൽ ഉടൻ തന്നെ ഒരു അലേർട്ട് നമ്മളുടെ മെസ്സേജായിട്ട് നമുക്ക് വരുന്ന ഒരു സെറ്റപ്പാണിത്. ഇവിടെ പാസ്വേഡ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് ഇത് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അതുപോലെ ഗെറ്റ് IMEI നമ്പർ പലപ്പോഴും പറ്റുന്ന ഒരു അബദ്ധമാണ്. ഇതിൻ്റെ ഇപ്പം അടുത്ത് നമ്മൾ ഒരു സുഹൃത്ത് കോൺടാക്റ്റ് ചെയ്തിരുന്നു. അവൻ്റെ സുഹൃത്തിൻ്റെ ഒരു ഫോൺ നഷ്ടപ്പെട്ടു, എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചിട്ട് നമ്മൾ IMEI നമ്പർ ഉണ്ടെങ്കിൽ അത് ഫോൺ എവിടെയാണ് ഉള്ളതെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിന് നമ്മൾ IMEI നമ്പർ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒന്നുകില്ലെങ്കിൽ നമ്മൾ IMEI നമ്പർ എവിടെയെങ്കിലും എഴുതി വെക്കുക, നഷ്ടപ്പെടാതെ എഴുതി വെക്കുക. അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ 1234 ഗെറ്റ് IMEI എന്ന് മെസ്സേജ് അയച്ചാൽ IMEI നമ്പർ റിട്ടേണായി നമുക്ക്
ഇവിടെ ഫോണിലേക്ക് വരുന്നതാണ്. എൻ്റെ കയ്യിൽ വേറൊരു ഫോണില്ല, അതുകൊണ്ടാണ് ഒരു ഫോൺ റെക്കോർഡിങ് വെച്ചിട്ടുണ്ട്, അതുപോലെ മറ്റൊരു ഫോൺ ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇതിൽ കാണിക്കാൻ പറ്റാത്തത്, ക്ഷമിക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് സൂപ്പറായിട്ട് വർക്കിംഗ് ആണ്, 100% വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം, തീർച്ചയായും ഞാൻ അതിന് മറുപടി തരുന്നതാണ്. ഇത്രയുമാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഉപയോഗം. ഇവിടെ സൈഡിൽ സെറ്റിങ്സ്, ഗൈഡ് എന്ന് പറഞ്ഞ കുറച്ച് ഭാഗങ്ങളുണ്ട്. നമുക്ക് ഇത് അധികം ഉപയോഗമില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്, ഷെയറിങ്. താങ്ക് യു.